ഓം നമോ ഭഗവതേ വാസുദേവായ. നമസ്തേ. ശ്രീമദ് ഭഗവത്ഗീതയിൽ 2-ാം അധ്യായമായ സാഖ്യയോഗത്തിലെ 47-ാമത്തെ ശ്ലോകം വരികൾ സഹിതം തുടരുന്നു. കർമ്മണ്യേവാധികാരസ്തേ മാ ഫലേഷു കദാചന മാ കർമ്മഫലഹേതുർഭൂ മാ തേ സംഘൂസ്ത്വകർമ്മണി. നമസ്തേ. 47-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, നിനക്ക് അധികാരം കർമ്മത്തിൽ മാത്രമാണ്. എന്നാൽ കർമ്മഫലങ്ങളിൽ അധികാരമുണ്ടെന്ന് കരുതരുത്. കർമ്മഫലത്തിന് കാരണമായി തീരരുത്. കർമ്മം ചെയ്യാതെ അലസതയിൽ മുഴുകി തീരുകയും ചെയ്തുകൂടാ. അഭ്യസിച്ച കർമ്മവാസനകളുമായി ജീവിതരംഗത്തിലെത്തുന്ന ഒരു ലൗകികന് തൻ്റെ കർമ്മഭാഗത്തെ സത്വോന്മുഖമാക്കി ജീവിതം ധന്യമാക്കാനുള്ള പ്രധാന കാര്യങ്ങളാണ് ഈ ശ്ലോകത്തിൽ വിവരിച്ചിരിക്കുന്നത്. ഇതിലെ അധികാരപദത്തിന് അർഹത എന്ന അർത്ഥം വരുന്നു. കർമ്മവാസനകൾ സത്യാസത്യ വിചാരം കൊണ്ട് പാകപ്പെട്ടിട്ടില്ലാത്ത ഒരാൾ ഒരിക്കലും ലൗകിക മാർഗം ഉപേക്ഷിക്കാൻ അർഹനല്ല. ഒരു കർമ്മബദ്ധൻ ഒരിക്കലും ജ്ഞാനത്തിനായി സന്യാസം സ്വീകരിക്കുന്നതും ആശ്വാസ്യമല്ല. കാരണം ബാഹ്യമായി അയാൾ സന്യാസം സ്വീകരിച്ചാലും ലൗകിക കർമ്മമാർഗത്തിൽ അയാൾ വർദ്ധിക്കുകയുള്ളൂ. അങ്ങനെ നോക്കുമ്പോൾ അർജുനനെ പോലെയുള്ള ഒരാൾ കർമ്മമാർഗത്തിന് മാത്രമേ അധികാരിയാകുന്നുള്ളൂ എന്ന് വെച്ച് പൂർണ്ണ കർമ്മഫലം ഉണ്ടാകുമെന്നും കരുതാൻ വയ്യ. കാരണം കർമ്മഫലം ഭഗവത് അനുഗ്രഹമുണ്ടെങ്കിൽ അനുകൂലമാകാം, അതില്ലെങ്കിൽ പ്രതികൂലമാകാം. രണ്ടായാലും ആത്മലാഭത്തിന് തടസ്സമാകും. അതിനാൽ ജീവിതത്തിൽ സത്യാനുഭവകാര്യമായ സുഖമോ കാര്യങ്ങളോ കൊതിക്കുന്നയാൾ ഈശ്വരനെ മറന്ന് പല ചിന്തയിൽ ഒരിക്കലും മനസ്സിനെ വ്യാപരിപ്പിക്കാൻ പാടില്ല. കർമ്മമാർഗത്തെ ശോഭനമാക്കി തീർത്ത് ആത്മാവാനുള്ള 4 ഉപായങ്ങളാണ്. കർമ്മം ചെയ്തേ തീരൂ, കർമ്മഫലത്തിൽ ആകാംക്ഷയരുത്, കർമ്മവാസനകൾ സഞ്ചയിക്കരുത്, അകർമ്മണ്യതയിൽ സംഘം വരരുത് എന്നിവ. ഇത് ഭഗവാൻ അർജുനനെ ഉപദേശിക്കുകയാണ്. നമസ്തേ. 48-ാമത്തെ ശ്ലോകം വരികൾ സഹിതം തുടരും. നാളെ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.